എല്ലാവർക്കും ജയാസ് വെറൈറ്റി വ്ലോഗ്സിന്റെ ക്രിസ്മസ് ദിനാശംസകൾ. യേശുവേ രക്ഷക ജീവനാഥ, വേഗം വരണമെൻ സ്നേഹനാഥ. കല്ലോലമാലകൾ വന്നിടുന്നു, ആകുല ചിന്തകൾ കുമ്പിടുന്നു. യേശുവേ രക്ഷക ജീവനാഥ നാഥ. ഇത് ഞാൻ ബേക്കർ സ്കൂളിൽ വെച്ച് ഞങ്ങൾ പഠിച്ച നാമങ്ങളാണ്. എന്താണേലും ഞാനത് കുറച്ച് ഓർത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ക്രിസ്മസ് ദിനമായിട്ട് പറയാൻ സാധിച്ചു, പാടാൻ സാധിച്ചു എന്നല്ലേ പറയണ്ടേ. എന്തായാലും തെറ്റുണ്ട് പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്മസ് ദിനമല്ലേ, എല്ലാവർക്കും പൈസയൊക്കെ വേണ്ടേ? പൈസ വേണം ജീവിക്കണമെങ്കിൽ. ജീവിക്കാൻ ഏറ്റവും ആവശ്യം, നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? നമുക്ക് പൈസയാണ്. പൈസ ഇല്ലെങ്കിൽ വെറും പിണമാണ്. മനുഷ്യരുടെ മുമ്പിൽ, സമൂഹത്തിൽ ആരും നമ്മളെ സത്യം പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും, അല്ലേ? എല്ലാവരും വലിയ പണക്കാരായിരിക്കുമോ? അല്ല. താഴ്ന്നവരെന്നോ ഉയർന്നവരെന്നോ ഒരു ഭേദവും ഇല്ലാതെ നമ്മൾ ജീവിക്കണം നമ്മുടെ സമൂഹത്തില്. പൈസ തീരെ ഇല്ലാത്തവരാണെങ്കിലും അവരെ ഒന്നുപോലെ കാണേണ്ട ഒരു കടമ നമുക്കുണ്ട്. പക്ഷേ എന്തു വേണം, ഇപ്പം ഇല്ലാത്ത ഒരു കാര്യങ്ങളില്ലല്ലേ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പൈസയ്ക്ക് തന്നെ ഒരു കോഡ് നമ്പറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങളാണ് ഏറ്റവും, ദോഷങ്ങളെക്കാൾ ഏറെ ഗുണങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എവിടെങ്കിലും ഒന്ന് പോകണം, എന്തെങ്കിലും ആൾക്കാരെ ഒന്ന് സഹായിക്കണം, നിമിഷ നേരം കൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തന്നിരിക്കും. പൈസ തന്നെയല്ല, കൂടുതലും പൈസയാണ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലെന്ത് ആഗ്രഹമുണ്ട് അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾക്ക് ക്രിസ്മസ് ദിനമായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കുറേ പൈസ എത്തട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൂടാതെ നമ്മുടെ അടിപൊളി പാചകമുണ്ട് കേട്ടോ. ഇത് തന്നെയല്ല, പാചകമുണ്ട്. ഈ ആദ്യം പറഞ്ഞ കണ്ടന്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്യുക. വെറുതെ ചീത്ത വിളിച്ചൊന്നും വരണ്ട. ചെയ്യേണ്ടവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യണ്ട. നിമിഷം ലോകത്താർക്കും ഇഷ്ടംമാതിരി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ ഒരു വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ചെയ്യാൻ വന്നത്, പറഞ്ഞു തരാൻ വന്നത്. പിന്നെ എൻ്റെ സംസാരം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വീഡിയോ നിർത്തിയിട്ട് പോവുക, അങ്ങനെ ഇഷ്ടമില്ലാത്തവര്. പിന്നെ ഒത്തിരി സമയമില്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലവർക്കൊന്നും സമയം വെട്ടിക്കാണത്തില്ല. അപ്പൊ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരും. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുക. ഫുൾ കാണാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കാണുക. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലവർ കമന്റ് വന്ന് ഒരു കൾച്ചർ ഇല്ലാത്ത ആൾക്കാരുണ്ട് കമന്റ് വന്നിടുന്നത്. അവരെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. പ്രയോജനവും കിട്ടട്ടെ. പ്രയോജനം കിട്ടും. ഇഷ്ടമായ ആൾക്കാർക്ക് കിട്ടിയതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ദിനാശംസകൾ, ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ടോ. അപ്പം ഞാൻ ഇന്നലെയും പുട്ടായിരുന്നു കേട്ടോ. ആരും എന്നെ തല്ലിക്കൊല്ലല്ല. അരി ഉഴുന്നൊന്നും അരിക്കാനോ കൊണ്ട് ഒന്നും നടന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഒരു മരണത്തിൽ പോയി. അപ്പൊ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവിന്റെ അമ്മാവ മരിച്ചുപോയിരുന്നു. അപ്പൊ ഞങ്ങൾ കിടങ്ങറ വരെ ഒന്ന് പോയായിരുന്നു. അങ്ങനെ പോയി. പിന്നെ അതുകൊണ്ട് പുട്ടിനെ തന്നെയായിരുന്നു ഇന്ന് ശരണം. പുട്ടും ചെറുപയറും പപ്പടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആരും എന്നെ തല്ലിക്കൊല്ലല്ലോ കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്രിസ്മസിന് സ്പെഷ്യൽ എന്നാ ചേച്ചി എന്നൊക്കെ ഇന്നലെ ലൈവ് വന്ന്. നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്പെഷ്യൽ എന്നാ ഒന്നുമില്ല കേട്ടോ. ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷം. ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് ഒരു യേശുക്രിസ്തുവിൻ്റെ ഇതൊക്കെ അല്ലേ ക്രിസ്മസിൻ്റെ അന്ന്. അത് നമുക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ് ഞാൻ പറയുന്നത്. സന്തോഷം എന്നാൽ സന്തോഷം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? എല്ലാം മനസ്സിലായേ. അന്നേരം ഞാൻ രാവിലെ തന്നെ എന്നെ അടുത്തൊന്നറിയാം, ഇന്ന് അരി ഉഴുന്നും വെള്ളത്തിലിട്ടു. കാരണം രാത്രിയിലെങ്കിലും ദോശയോ ഇഡലിയോ എന്തെങ്കിലും തിന്നാലോ. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ എന്താണ്?
കറിയിലോട്ട് കിടക്കണ്ടേ? കറി കിടക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. എന്താ കറി വെക്കണ്ടേ എന്നുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ തലേദിവസം ഞാനെല്ലാം ഓർത്ത് വെച്ചു. ഇത് നമ്മുടെ ഏത്തപ്പഴവും ഒക്കെ ഇട്ട് വെച്ചുള്ള പുളിശ്ശേരി വെക്കാം. മൂത്ത സന്താനം ഉള്ളതുകൊണ്ട് അവന് പുളിശ്ശേരി വേണമല്ലോ. രണ്ടാമത്തെ സന്താനത്തിന് എന്തെങ്കിലുമൊക്കെ മതി. ഇതെന്തിനാണ്? അവിയല്, ചീരക്കോലും ചക്കക്കുരു ശകലം കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇട്ടൊരു അവിയലും വെക്കാം. മതി. മീൻകറിയുണ്ട്, മീൻ പറക്കാനിരിക്കുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത്തപ്പഴത്തിന് ചെറുതായിട്ടരിഞ്ഞ് പച്ചമുളകും കീറിയെടുത്ത് ശകലം കരിവേപ്പിലയും കൂടി എടുത്തങ്ങ് വെക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ച ആദ്യം ഏത്തപ്പഴം അരിഞ്ഞോണ്ടിരിക്കാം. അത് പതുക്കെ നിക്കട്ടെ അവിടെ. കരണ്ടെങ്ങാനും പോയി നമുക്ക് പണി മുടക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും ശകലം ജീരകവും കൂടെ ഇട്ട് നമുക്ക് അരച്ചവനെ അങ്ങ് എടുക്കാം. അവിയലിന് പിന്നെ കടുപുടാ കിടിപുടാ കടുപുടാന്നും പറഞ്ഞ് ചതച്ചാണേലും നമുക്ക് എടുക്കാലോ. നമ്മുടെ മറ്റേ സോപ്പ് ചെയ്യുന്ന തോരനൊക്കെ അതിനകത്ത് അവിയലിനെടുക്കാം കേട്ടോ. നിങ്ങൾക്കാർക്കും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് വെച്ചിട്ട് നല്ലതായിട്ട് അതങ്ങോട്ട് ഇട്ട് വലിച്ചാൽ മതി കേട്ടോ. വലിക്കുമ്പോൾ സൂക്ഷിക്കണം, ചരട് പൊട്ടാതെ നോക്കുക. ചരട് പൊട്ടിക്കഴിഞ്ഞില്ലേ പറഞ്ഞു അവിയലിന് റെഡിയാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലാൻ വന്നേക്കല്ല. ഞാനിവിടെ ഓടി മറിഞ്ഞ് രക്ഷപ്പെടും. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ഇന്ന് എല്ലാവർക്കും ഇരിക്കണം കേട്ടോ. എല്ലാവരും ഇരുന്നോണം, കാരണം ക്രിസ്മസ് കേട്ടല്ലോ. അപ്പൊ ഇവനെ നമുക്ക് അരയ്ക്കാം. അപ്പോൾ നമ്മൾ അവിയൽ പുളിശ്ശേരിയുടെ അരച്ചു വെച്ചു, അവിയലിന്റെ നല്ല എടുത്തു വെച്ചു. ചുമന്നുള്ളി നോക്കിയപ്പോ ഇല്ലായിരുന്നേ. ഇന്നലെ മിനിഞ്ഞാന്ന് തീർന്ന് നമ്മളെ പോയെന്നേ. സവാള ഇഷ്ടമാര് ജാക്കിക്കൊള്ളാവുന്ന സവാള കിടപ്പുണ്ടേ. പിന്നെ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ അമ്മ എങ്ങനെ ഇന്നലെ മേടിക്കാം. എടി നീ ഇപ്പൊ ഉള്ളി മേടിക്കാറില്ലേ? ഞാൻ ഉണ്ടല്ലോ, വാങ്ങിക്കാറുണ്ടല്ലോ. അവിയലിന്റെ അടി കിടപ്പുണ്ട്. തപ്പാരൊന്നും പറ്റത്തില്ല. അപ്പൊ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ സവോളയാണോ ഇതാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അതിലും മെടുക്കി. ഇത്രയുള്ള സവോള ഉണ്ടല്ലോ, അതിന് അടിയിൽ നിന്നൊരെണ്ണം പൊക്കിയെടുത്തിട്ട് ഇതിനകത്തോട്ടിട്ട് ആരും അറിയല്ലേ നമ്മുടെ കള്ളത്തരങ്ങള് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാര് നമ്മളെ ഓടിക്കും കള്ളത്തരം കാണിക്കുന്നത്. അത് തന്നെയല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്, ഇതൊക്കെ തോന്നല. അതിന് ടേസ്റ്റ്, ഇതിന് ടേസ്റ്റ്. പക്ഷെ കുറെയൊക്കെ സത്യമുണ്ടുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ. എന്തായാലും ഞാൻ ചാച്ചോണ്ട് വെട്ടെ. പുളിശ്ശേരിക്ക് വേണ്ടി ഏത്തപ്പഴം, പച്ചമുളക്, ശകലം വെള്ളരിക്കാൻ എടുത്തു കേട്ടോ. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ശകലം കരിയേപ്പടി എടുത്തോണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് കടുക് വറുത്ത് ഇതിനെ ഇട്ടു. അത് വേഗട്ടോ കേട്ടോ. നമുക്ക് നമ്മുടെ അവിയലിന് ഒരുക്കാം കേട്ടോ. ചക്കക്കുരു ഉണ്ടോ? ഹായ് ഹായ് ചക്കക്കുരു, വെള്ളരിക്ക, പടവലങ്ങ, ഒരു ചീരത്തണ്ട് നിൽപ്പുണ്ട്. അവനെപ്പോൾ എടുത്തോണ്ട് വരാം കേട്ടോ. ഇരുന്ന് ഒരാള് നമുക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും പണി വേണ്ടേ അല്ലേ? ഞാൻ അരിയട്ടെ. അതെന്നാന്നറിയാവോ? ചെയ്യിക്കത്തില്ലാത്തത് 2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ പറയും കൈക്കേ അരിയുന്നതിൻ്റെ ആന്ന് തോന്നേ വേദന. കേട്ടല്ലോ, അതുകൊണ്ടാട്ടോ. ചീരത്തണ്ട് കണ്ട് നിങ്ങൾ ചിരിക്കല്ലോ കേട്ടോ. ഇതാ ഒരെണ്ണം. ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് അവനെ നല്ല ടേസ്റ്റാട്ടോ. ആരോ പ്രീതിക്കുട്ടി ചോദിച്ചായിരുന്നു നമ്മുടെ ബഡ് ചെയ്ത് എന്ത്. ഇതേ ബഡ് ചെയ്ത് മന്ത് പിടിച്ചിരിക്കുന്നു കണ്ടോ പ്രീതിക്കുട്ടി കേട്ടോ. അപ്പോൾ സൂപ്പറാണ്. ഇതിൻ്റെ ഇല നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. ഇവനെയും കൂടെ നമുക്ക് എടുത്തേക്കാം. ഏതായാലും ധാരാളം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി സ്റ്റോക്കായി വരുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. നമുക്കേ പുളിശ്ശേരിയുടെ അരപ്പിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. പുളിശ്ശേരി റെഡിയായി വരുന്നുണ്ട്. അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടു. പിന്നെന്താ, ഉടനെ തന്നെ നമ്മുടെ തൈരിനെയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇതെല്ലാം ഞാൻ നല്ലതായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതാക്കിയതാ കേട്ടോ. ശകലം വേണമെങ്കിൽ അത് വെള്ളം ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് എടുത്തോണ്ട് വിട്ടെ. അപ്പോൾ അവൻ അവിടെ കിടന്ന് നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചെറിയൊരു പത വന്നാൽ മതി അല്ലേ? എല്ലാവർക്കും അറിയാലോ പുളിശ്ശേരി വെക്കാൻ. അപ്പം നമ്മള് പുളിശ്ശേരി റെഡിയാക്കുക കേട്ടോ. ചൂടായിട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം. ചൂടാവട്ടെ. അപ്പോഴേ ഞാൻ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടേ, നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കമ്മൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. എന്താ കാരണം എന്നറിയാം? ഞാൻ വീട്ടിലിട്ടോന്ന് നടന്ന റിങ്സ് ഉണ്ട് എൻ്റെ കാതില്. ഇതാ റിങ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കമ്മല് ഈ ഒരെണ്ണം ഇട്ടു. ഇവിടെ ഒരു റിങ്സ് ഉണ്ട്. എന്നിട്ട് മടി മാറ്റാനുള്ള മടി. സ്ഥിരം ഈ റിങ്സ് അല്ലേ ഇടുന്നത്. ഇപ്പോൾ ഒരു സ്ഫൂതി തോന്നുന്നതാണ്. ഇങ്ങനെ ഒരു കമ്മലൊക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഇടാറുണ്ടായിരുന്നു.
അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പം എൻ്റെ ചേട്ടന്മാരും പറയാറുണ്ട്, അഴിച്ചങ്ങ് വിട്ടേക്കുക. ഒരു 45-50 വയസ്സാകുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങളും അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പെണ്ണുങ്ങൾ ചേട്ടനെ ഒന്നും കാണുന്നില്ല അങ്ങനെ കേട്ടോ. പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെറുപ്പത്തിലോട്ടങ്ങ് പോവാണേ, അവരങ്ങ് ആർഭാടായിട്ട് നടക്കുക. അപ്പോൾ ചേട്ടനൊക്കെ പറയും വിട്ടേക്കെന്നേ. ഇവർ ചേട്ടന്മാർ പരസ്പരം പറയും വിട്ടു കൊടുത്തേര്, നടക്കട്ടെ, തിരിച്ചു വരും നമ്മുടെ അടുത്ത്. എത്രയാകുമ്പോഴാണ്? ഒരു 65 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് സാധാരണ രീതിയിൽ തന്നെ ഇങ്ങ് പോരുമെന്ന് പറയും. അതാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു ഇതല്ലേ. ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരുക്കാണേ. എന്താത്തിനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മിക്കവർക്കുള്ള സൂക്കടാട്ടോ. ഞാനും ഇപ്പൊ അങ്ങനെയൊക്കെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. എന്റെ കാര്യം കൂടെ പറഞ്ഞത്. അപ്പൊ ചേട്ടന്മാര് തന്നെ പറഞ്ഞു ചത്താലും ചമഞ്ഞ് കിടക്കണം. ശരിയല്ലേ? നമ്മൾ വേറൊന്നിനും പോകുന്നില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു. നമുക്ക് ഒരുങ്ങേണ്ട സമയം ഒരുങ്ങുക. പിന്നെ ചേട്ടന്മാരെന്താ ഇങ്ങനെ വിടുന്നത്? എങ്ങും പോകത്തില്ലെന്നറിയാം. തിരിച്ച് അവരുടെ കാൽക്കീഴ തന്നെ വരുമെന്നറിയാം. വേറെ എങ്ങും പോകത്തില്ലെന്നറിയാം, അല്ലേ? അപ്പൊ നമുക്ക് എന്താണെങ്കിലും അവിയലിനരിയാം കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ ഇട്ടോണ്ട് നിൽക്കുക കേട്ടോ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പം അരിഞ്ഞിട്ട് വരാം. ബാ. നിങ്ങൾക്കത് തോന്നണ്ട കേട്ടോ, നമുക്ക് ലൂസാന്ന് ഒന്നും തോന്നണ്ട കേട്ടോ. എന്താണേലും നമുക്ക് ജീവിക്കുമ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, ചേച്ചിക്ക് 2-3 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി സംസാരിച്ചുകൊണ്ട് തന്നെ ചെയ്തോ, ചേച്ചിയെ ഞാൻ ശരിയാക്കി കളയും സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാരാന്ന് ഞാൻ നോക്കിയിട്ട് പറയാവേ. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ രശ്മിയാണ് കണ്ടത് കേട്ടോ. രശ്മി പാറവീട്ടിൽ നിന്നാണ് കിടക്കുന്നത്. ചേച്ചി ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് സംസാരം നിർത്തിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ ഞങ്ങൾ ശരിയാക്കും. ചേച്ചിയുടെ സംസാരം കേൾക്കാൻ മാത്രമാണ് ഞങ്ങൾ വീഡിയോ കാണുന്നതെന്ന്. ഭയങ്കര സന്തോഷം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നു ചക്കര മുത്തുമണികളെ. ഞാൻ ഒരു കാര്യം പറയാണ്, എനിക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ സംസാരം നിർത്താൻ ഒരിക്കലും പറ്റുമെന്ന് തോന്നില്ല. എൻ്റെ കൊച്ചുനാൾ മുതലേ ഞാനിങ്ങനെ സംസാരിച്ചാണ് നടക്കുന്നത്. വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചേച്ചിമാരൊക്കെ അത്ര സംസാരിക്കില്ലായിരുന്നു. ഇപ്പോൾ അവർ നല്ല സംസാരമാണ്. അതുകൊണ്ട് എനിക്ക് സംസാരമില്ലാതെ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ചേട്ടനും സംസാരിക്കും കേട്ടോ, ചേട്ടനും സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ആളും നല്ല സംസാരമുള്ള ആളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടും കൂടെ ചിലപ്പോൾ സംസാരിച്ച് ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും ജയിക്കുന്നത്. കാരണം എൻ്റെ നാക്കിനാണ് ശക്തി കൂടുതൽ സംസാരത്തിന് കേട്ടോ. വേറെ വഴക്കിനൊന്നും അല്ല കേട്ടോ. വഴക്കല്ല ഞാൻ പറഞ്ഞത്, സംസാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിത് അരിയട്ടോ കേട്ടോ, അല്ലെ വീഡിയോ ഒന്ന് നീണ്ടുപോകും. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഒക്കെ ഓക്കെ ആയി കേട്ടോ. നമുക്കിനി ഇത് ഒന്ന് ചെറുതായിട്ടൊരു വിസിലടുപ്പിച്ചിട്ട് നിർത്തി വെക്കാം. പിന്നെ നമ്മുടെ പൊടിമീൻ വറുക്കാനിരിക്കുന്നു. അവനെയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ക്ലോസ്. അപ്പോൾ നിങ്ങളായിട്ട് ഞാനില്ലേ ഒരു നല്ലൊരു അടിപൊളി ഒരു അറിവിൻ്റെ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ കാര്യമാണ്. നിങ്ങൾക്ക് പണത്തെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഗുണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു കാര്യം എഴുതുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണം താനേ വന്നുകൊള്ളും. അതായത് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാനുള്ള പണം അല്ലെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ട് എത്തിക്കും. പണത്തിനാണ് ഏറ്റവും മുൻ കാര്യം, ഇതിന് മുൻതൂക്കം ഉള്ളത്. പിന്നെ പല ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇത് എഴുതാം കേട്ടോ. കൂടുതലും മുൻതൂക്കം വരുന്ന പണത്തിനാണ്. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിവസവും എഴുതാം. പത്തേയില നോൺ വെജിറ്റേറിയൻ നോൺ കൂട്ടുന്നതിന് പ്രശ്നമില്ല. കുളിക്കണമെന്നില്ല, നനയ്ക്കണമെന്നില്ല, ഒന്നുമില്ല. ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എഴുതാൻ തിരഞ്ഞെടുക്കുന്ന പേന പച്ചമഷി മാത്രമായിരിക്കണം കേട്ടല്ലോ. ഈ പച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതാണ് ഈ പച്ചമഷി എല്ലാ നമ്മുടെ ഇവരും പറയുന്നത്. ഈ പച്ചമഷി എന്ന് പറയുന്നത് ഭയങ്കര ഗുണമാണ് ഈ പച്ചമഷി എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ എഴുതാൻ പച്ചമഷി വേണം. എഴുതുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്ന ദിവസം 21 ദിവസം ആയിരിക്കണം. ഇന്നൊരു സമയം എഴുതിയെങ്കിൽ നാളെ ആ സമയം തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഏതെങ്കിലും സമയം എഴുതി വെച്ചേക്കുന്ന കാര്യം അരമണിക്കൂർ മായാതെ ഇരിക്കണം. അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എഴുതേണ്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പണത്തിൻ്റെ കോഡാണ് കേട്ടോ. 2 കോഡുണ്ട്. ഒരെണ്ണം നമ്പറാണ്. അത് എഴുതേണ്ടത് ഇടത്ത് കൈയുടെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഇടത്ത് കൈയുടെ വാച്ച് കെട്ടുന്ന ഭാഗത്താണ് ഇത് എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ എഴുതേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് എഴുതി തരാം. ആദ്യം ഒന്ന് പറയാം. 520741
8 ഇതാണ് ഈ മേളിൽ എഴുതേണ്ട നമ്പർ. തൊട്ട് താഴെ ഒരു പണത്തിന്റെ ഒരു കോഡാണ് 1176. കണ്ടല്ലോ മേളിലത്തെ ഈ നമ്പർ. എന്നാ പിള്ളേരെ എങ്ങനെ കാണിക്കുമ്പോ കാണാൻ പറ്റും? അതെ കാണാലോ അല്ലേ? കാണാലോ അല്ലേ? നമുക്ക് താഴോട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ പറയാവേ, ഒരു മിനിറ്റ്. അപ്പം കൈയുടെ വാച്ച് കെട്ടുന്ന ഭാഗത്ത് 520741 എന്നും അതിൻ്റെ തൊട്ട് താഴെ പണത്തിൻ്റെതായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു കോഡെന്ന് ഉള്ളത്. എവിടെ നോക്കിയാലും ഈ കോഡ് കാണാം കേട്ടോ, 1176. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് വാച്ച് കെട്ടുന്ന ഭാഗത്തെഴുതാം, 2 ഭാഗത്തെഴുതാം. ഇടത് കൈയുടെ ഈ മണി ശുക്രമണ്ഡലയില്ലേ, ഇതാണ് ശുക്രമണ്ഡലം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, തള്ളവരലിന്റെ താഴെ ഈ ഭാഗത്ത്. അവിടെ ഈ മേളില് ആദ്യം ഈ പറഞ്ഞ നമ്പർ 520741 എന്ന് എഴുതുക. അതിന്റെ തൊട്ട് താഴെ 1176 എന്ന് എഴുതുക. ഇത് ഈ ഭാഗത്തോ ഒരിടത്ത് എഴുതാവുള്ളൂ കേട്ടോ. ഒറ്റ ഒരിടത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം സാധിക്കേണ്ടേ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പണത്തിനായിട്ട് വന്നു, ആരുടെയെങ്കിലും ഒരു വിശേഷമായിട്ടൊരു കല്യാണം വന്നു, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഇല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നേരത്തെ കുറച്ച് ദിവസം മുമ്പ് എഴുതിക്കും. 21 ദിവസം പോയിട്ട് അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഓടി വന്ന് നിങ്ങളെ സഹായിക്കും. അതാണ് പറയുന്നത്, അല്ലാണ്ട് വലിയ കോടി കിട്ടാനല്ല ഞാൻ പറയുന്നത് കേട്ടല്ലോ. അപ്പം ഇത് 21 ദിവസമാണ് എഴുതേണ്ടത്. ഒരു പത്യമില്ല, നിങ്ങൾ എഴുതിയിട്ട് വിവരം പറയണം. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആഗ്രഹം സാധിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലവർ വന്നിട്ട് പറയും പെണ്ണുമ്പിള്ള വന്നിട്ടുണ്ട് കളവി തള്ള ഓരോ നമ്പറുമായിട്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇത് ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. അതിന് മുമ്പ് പാചകങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ പാചകമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ. അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കാം. ഇതിഷ്ടമില്ല ചെയ്യണ്ട, ചെയ്യുന്നവർ ചെയ്യട്ടെ, അവർക്ക് ഗുണങ്ങൾ ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.